മലപ്പുറം പ്രൈവറ്റ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തതിന്റെ നിയമപരമായ കാരണം മനസ്സിലാക്കാൻ നഗരസഭാ അധ്യക്ഷ തയ്യാറാകണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ. തിരൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ തിരിച്ച് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ കുന്നുമലിലേക്ക് ബസ്സുകൾ കയറുന്നത് റോങ് സൈഡിലൂടെ ആണെന്നതിനാലാണ് ഇത് നിർത്തലാക്കിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്ത് നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അന്നത്തെ കളക്ടറായിരുന്ന ബിജു കോട്ടപ്പടി ഭാഗത്തു നിന്നും കുന്നുമൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ റോങ് സൈഡിലൂടെ ബസ്സുകൾ കയറുന്നതിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിന് പരിഹാരം കാണുന്നതുവരെ ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാൻ സാധിക്കില്ലെന്നും ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മലപ്പുറം മഞ്ചേരി റൂട്ടിലെ മുണ്ടുപറമ്പ് ബൈപ്പാസ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കാരണം ബസ്സുകൾക്ക് സമയത്തിന് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി മേൽപ്പാലം നിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഗതാഗത തടസ്സമുണ്ടാവുന്ന പല സമയത്തും മലപ്പുറം ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളെ കാവുങ്ങൽ വഴി തിരിച്ചുവിടുന്നു. ഇത് ബസ്സുകൾക്ക് സമയം കൂടുതൽ നഷ്ടപ്പെടുന്നതിനാൽ തിരൂരിലേക്കും പരപ്പനങ്ങാടിയിലേക്കും പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റുവാൻ പറ്റാതെ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ലഭിക്കാതെ പോകുകയും ബസ്സുടമകൾക്ക് വൻ സാമ്പത്തിക നഷ്ടവുമാണ് ഉണ്ടാവുന്നത്. ഈ പ്രവൃത്തി അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. മലപ്പുറത്ത് ബസ്സുകൾക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത് മലപ്പുറം കുന്നുമലിലായതിനാൽ മലപ്പുറം കുന്നുമലിൽ അത്യാധുനിക രീതിയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വാക്കിയത്ത് കോയ, ബാബുരാജൻ, CK അബ്ദുൾ റഷീദ്, അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.